ഒരേ സമയം നടുക്കവും സങ്കടവും ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. വെയിൽസിലെ സഭയുടെ ഗവേണിംഗ് ബോഡി സ്വവർഗ വിവാഹിതരായ ദമ്പതികൾക്ക് ദേവാലയങ്ങളിൽ വെച്ച് ആശീർവാദവും പ്രാർത്ഥനയും സ്വീകരിക്കാനുള്ള അവകാശം നൽകിയിരിക്കുന്നു. ഇതനുസരിച്ച് സിവിൽ നിയമപ്രകാരം വിവാഹിതരായ സ്വവർഗ ദമ്പതികൾക്ക് ദേവാലയങ്ങളിൽ നിന്ന് ആശീർവാദവും പ്രാർത്ഥനയും സ്വീകരിക്കാനാകും. 5 വർഷത്തെ ആലോചനകൾക്കും തീരുമാനങ്ങൾക്കും ശേഷം മെത്രാന്മാരും വൈദികരും അൽമായരും പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ വെച്ച് 3-2 ഭൂരിപക്ഷത്തോടെ നടന്ന വോട്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ തീരുമാനം. സംവാദത്തിന് ശേഷം ഇങ്ങനെ ഒരു തീരുമാനം നടപ്പിലാക്കാൻ സാധിച്ചതിൽ താൻ സന്തുഷ്ടയാണെന്നും പരസ്പര വ്യത്യാസങ്ങൾക്കിടയിലും ആദരപൂർവ്വം വിയോജിക്കാൻ സാധിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇതെന്നും ആർച്ച് ബിഷപ്പ് ചെറി വാൻ പറയുന്നു. UK-യിലെ വെയിൽസ് പ്രദേശത്ത് ആഗോള ആംഗ്ലിക്കൻ സഭയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സഭയാണ് ഇത്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപെട്ട് 1920 മുതൽ സ്വതന്ത്രമായിട്ടാണ് ഈ സഭ പ്രവർത്തിക്കുന്നത്. പുരോഹിതന്മാർക്ക് വിവാഹവും സ്ത്രീകൾക്ക് ബിഷപ്പ് സ്ഥാനവും അനുവദിച്ചിരിക്കുന്ന സഭ കൂടിയാണ് ഇത്. രാജാവ് എങ്ങനെയോ പ്രജകളും അങ്ങനെയായിരിക്കും എന്നാണല്ലോ പറയപ്പെടുന്നത്. നേതാക്കന്മാരുടെ ധാർമ്മികതയും മൂല്യബോധവുമാണ് സഭയിലും സമൂഹത്തിലും പ്രകടമാകുന്നത്. ഈ പൊതു തത്വത്തെ ശരിവെക്കുന്ന വിധത്തിലുള്ള അഭിപ്രായ രൂപീകരണവും തീരുമാനമെടുക്കലുമാണ് വെയിൽസിലെ സഭയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം വെയിൽസിലെ സഭയുടെ ആദ്യ വനിതാ ആർച്ച് ബിഷപ്പാണ് ചെറി വാൻ. ആംഗ്ലിക്കൻ ലോകത്ത് LGBTQ സമൂഹത്തിൽ നിന്നുള്ള ആദ്യ ആർച്ച് ബിഷപ്പുമാരിൽ ഒരാളും. കഴിഞ്ഞ വർഷം ചെറി വാൻ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അത് കൂട്ടായ്മയെ തകർക്കുന്നു എന്ന വിധത്തിൽ ആരോപണം ഉയർന്നിരുന്നു. പരിശുദ്ധ ബൈബിൾ ഏറ്റവും നികൃഷ്ടമായ പാപങ്ങളിലൊന്നായി കണക്കാക്കുന്ന ഒന്നാണ് സ്വവർഗരീതി. തികഞ്ഞ ധാർമ്മിക അധപതനമായിട്ടാണ് അതിനെ പരിശുദ്ധ ബൈബിൾ വിലയിരുത്തുന്നത്. സ്വവർഗഭോഗ പ്രവൃത്തികൾ അവയുടെ സഹജമായ പ്രകൃതിയാൽ തന്നെ ക്രമരഹിതമാണെന്നും അവ സ്വാഭാവിക നിയമത്തിന് എതിരാണെന്നുമാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ലൈംഗിക പ്രവൃത്തിയുടെ ജീവദായകത്വത്തെ മുൻകൂട്ടി ഒഴിവാക്കുന്നതിനാൽ യാതൊരു സാഹചര്യത്തിലും അവയെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ സഭ വ്യക്തമാക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ തിന്മയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ തിരുവചനം താക്കീത് നൽകുന്നുമുണ്ട്. എന്നിട്ടും സ്വവർഗ വിവാഹങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ടുള്ള സഭാതലത്തിലുള്ള ഏതൊരു നീക്കവും അപലപനീയമാണ്. വെയിൽസിലെ സഭയിൽ നിന്ന് മറ്റേതെങ്കിലുമൊക്കെ ക്രിസ്തീയ സഭകളിലേക്ക് ഇത്തരം പ്രവണതകൾ പടർന്നു പിടിച്ചേക്കാം. ഭൂരിപക്ഷത്തോട് ചേർന്ന് തെറ്റ് ചെയ്യാനുള്ള പ്രവണത വ്യാപകമായെന്നും വരാം. വെയിൽസിലെ സഭയിൽ മാത്രം നിൽക്കുന്ന പ്രവണതയും തീരുമാനവുമായി ഈ വോട്ടെടുപ്പിനെ കാണാനാവില്ല. ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും ലോകത്തിനു വേണ്ടി ക്രിസ്തുവിന്റെ ശരീരമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നും കാഴ്ചപ്പാടുകൾ എന്തു തന്നെയായാലും ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളായി നമ്മെ തന്നെ കാണാൻ നാം പഠിക്കും എന്നെല്ലാമുള്ള ആർച്ച് ബിഷപ്പ് ചെറി വാന്റെ വാക്കുകൾ ഇരുട്ടിനെ പ്രകാശമെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുന്നതിന് തുല്യമാണ്. ഇതൊരിക്കലും അനുവദനീയമല്ല. ആദരവോടും സഹാനുഭൂതിയോടും പരിഗണനയോടും കൂടി സ്വവർഗ പ്രവണതകളുള്ളവരെ സമീപിക്കുമ്പോഴും അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ നാം മടിക്കരുത്. സ്വവർഗ ബന്ധങ്ങൾക്ക് ദേവാലയത്തിൽ വെച്ച് ആശീർവാദം നൽകുന്നതിലൂടെ അവരുടെ പ്രവൃത്തികളെ കൂടി നാം അംഗീകരിക്കുകയാണ് ചെയ്യുന്നതെന്നും മറന്നു പോകരുത്. തെറ്റ് എന്നും തെറ്റ് തന്നെയാണ്. അതിനെ നാം വെള്ളപൂശരുത്. വെയിൽസിലെ സഭയ്ക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം സ്വവർഗ ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി